ഇപ്പോൾ 24-ലൂടെ പുറത്തു വരുന്ന ആദ്യമായി 24 പുറം ലോകത്തെ അറിയിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കും. മോശം പ്രകടനത്തെ തുടർന്നാണ് നടപടി. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, ഇതിപ്പോൾ ഈ പരിശീലകനാണ് ഇത്തരം മോശം പ്രകടനത്തിൽ തുടർച്ചയായി മോശം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വുക്കമനോവിച്ചിനെ പുറത്താക്കി അതിനുശേഷം പുതിയ പരിശീലകനെ കൊണ്ടുവന്ന ആ തീരുമാനം തെറ്റിപ്പോയി എന്നതിലേക്ക് എത്തുകയാണോ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം സീസണിൽ അടിമുടി മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. 12 മത്സരങ്ങളിൽ 7 തോറ്റു. കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനോടും തോറ്റു. അങ്ങനെ വലിയ തോൽവി നേരിട്ട ഏറ്റവും നിരാശാജനകമായ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഇതിനു മുമ്പ് തുടർച്ചയായി തോറ്റോടുകൂടി ഈ പരിശീലകനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം വലിയ തോതിൽ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ചെന്നൈയിൻ FC-ക്കെതിരെ ഒരു ജയം നേടുന്നത്. 3-0 ഒരു ജയം നേടി. അതോടുകൂടി താൽക്കാലികമായി ഒരു ചെറിയ ആശ്വാസം നേടിയിരുന്നു. പക്ഷേ പിന്നീട് വന്ന 2 മത്സരങ്ങൾ കൂടി തോറ്റതോടുകൂടിയാണ് കടുത്ത തീരുമാനത്തിലേക്ക് പോയത്. 12 മത്സരങ്ങളിൽ ISL സീസണിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനാകട്ടെ 3 മത്സരങ്ങളിൽ മാത്രമാണ് ജയിക്കാനായത്. 7 മത്സരങ്ങളിൽ തോൽക്കുകയും ചെയ്തു. നിലവിൽ 10ാം സ്ഥാനത്താണ്. വെറും 11 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അതോടുകൂടി ഈ സീസണിലെ പ്ലേ ഓഫ് സാധ്യതകൾ പോലും ഇപ്പോൾ തുലാസിലായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. കോച്ച് ആദ്യഘട്ടം മുതൽ ടീമിൻ്റെ പ്രകടനം നല്ലതായി വരും, പരുക്കാണ് പ്രശ്നം എന്നുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ വർക്കൗട്ടാവുന്ന കാഴ്ചയല്ല ഉണ്ടായിരുന്നത്. പക്ഷേ ആരാധകരും കടുത്ത ദേഷ്യത്തിലാണ്. അതൊരു പക്ഷേ കോച്ചിനെതിരെയല്ല, ടീം മാനേജ്മെൻറ്റിനെതിരെയാണ്. കാരണം ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ല സൈന്യങ്ങൾ ഉണ്ടാവാത്തതിനും പ്രത്യേകിച്ച് ടീം വിട്ടുപോയ സഹല, അതുപോലെ തന്നെ ജിക്സൺ സിംഗ് അടക്കമുള്ള താരങ്ങൾക്ക് നല്ല പകരം ആൾക്കാരെ കൊണ്ടുവരുന്നതിനും മാനേജ്മെൻറ്റിന് സാധിച്ചില്ല. ഇതോടുകൂടി കഴിഞ്ഞ മത്സരത്തിൽ മഞ്ഞപ്പട ടീമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നിന്റെ ടിക്കറ്റുകൾ വിൽക്കുന്നതടക്കമുള്ള നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കും. ഒപ്പം തന്നെ ഗ്രൗണ്ടിൽ പ്രതിഷേധം അറിയിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരുപക്ഷെ മുഖം രക്ഷിക്കാനെന്നോണം ക്ലബിൻ്റെ പരിശീലകനെ പുറത്താക്കിക്കൊണ്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഈ നടപടി. ഒരുപക്ഷെ ഇതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ഷീണം മാറുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കോച്ചിലല്ല പ്രശ്നം എന്നുള്ളത് തന്നെയാണ്. കാരണം നല്ല പ്ലെയേഴ്സ് ടീമിനുണ്ടായിരുന്നില്ല, നല്ല ഇന്ത്യൻ താരങ്ങളുണ്ടായിരുന്നില്ല. ആകെ ഒരേ ഒരു ഇന്ത്യൻ താരമാണ് ഇത്തവണ ഗോൾ അടിച്ചിട്ടുള്ള KP രാഹുൽ, അതും ഒരു ഗോൾ. മറ്റെല്ലാ ഗോളിനും വിദേശ താരങ്ങളെ ആശ്രയിക്കേണ്ട കാര്യം ഇതുതന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തുടക്കം തൊട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിന് കോച്ചിനെ മാറ്റിയത് കൊണ്ട് നടപടി ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നല്ല ടാക്ടിക്സ് ഉണ്ടാവാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ മിഖായൽ സ്റ്റാറയ്ക്കും ഈ പഴി കേൾക്കേണ്ടി വരും. ഒടുവിൽ അദ്ദേഹത്തിന് സീറ്റ് തെറിക്കുന്നു. ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക ഉത്തരവ്, ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിഖായൽ സ്റ്റാറയെ പുറത്താക്കുമ്പോൾ പകരം TG പുരുഷോത്തമൻ, അദ്ദേഹമാണ് ടീമിൻ്റെ സഹപരിശീലകൻ. അദ്ദേഹത്തിന് ഇടയ്ക്ക് തന്നെ ഏഷ്യൻ ലൈസൻസ് ഒക്കെ തന്നെ ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടുള്ള ചുമതല ഇപ്പോൾ ഏൽപ്പിക്കും. വിൻ്റർ ട്രാൻസ്ഫർ വിപണിയോട് മുന്നോടിയായി അല്ലെങ്കിൽ അടുത്ത ഘട്ടം തുടങ്ങുന്നതിന് മുമ്പായിട്ടായി പുതിയ പരിശീലകനെ കൊണ്ടുവരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ഷൂ ആയിരുന്നു മിഖായൽ സ്റ്റാറയ്ക്ക് ഫിൽ ചെയ്യാനുണ്ടായിരുന്ന. പ്രത്യേകിച്ച് ആരാധകർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആരാധകരുമായി വലിയ ഒത്തുചേർന്ന് പോകുന്ന ഇവാൻ വുക്കാമനോവിച്ചെ പോലുള്ള വലിയൊരു പരിശീലകൻ പോയതിനു ശേഷം വലിയ വെല്ലുവിളിയുമായിട്ടാണ് മിഖായൽ സ്റ്റാറെ വന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പോയിട്ട് അദ്ദേഹത്തിന് സാധാരണ ഒരു നിലവാരം പോലും പുലർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ആയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ ആദ്യഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൻ്റെ 1ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്നാണ് പരുക്കും മറ്റു പല കാരണങ്ങളും കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നേരിട്ടതെങ്കിൽ ഈ സീസണിൽ അമ്പയെ പരാജയപ്പെടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരെ തോൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ്റെ സ്ഥാനം തെറിക്കുന്നു. ഇനി ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വുക്കാമനോവിച്ചിനെ തിരിച്ചു വിളിക്കുമോ എന്ന കാര്യത്തിലും വലിയ സംശയങ്ങളുണ്ട്. കാരണം വുക്കാമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കരാർ റദ്ദാക്കിയതിനു ശേഷം പുതിയ ടീമുമായിട്ടൊന്നും കരാർ ഒപ്പിട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഫ്രീ ഏജന്റായി തുടരുകയാണ്. ഇവാൻ വുക്കാമനോവിച്ച് തിരിച്ചു വരുമോ അതോ മറ്റാരെങ്കിലോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഇനി സംശയമുണ്ട്. നേരത്തെ വലിയ രീതിയിൽ ക്ലബ് മാനേജ്മെൻറ്റുമായൊക്കെ തന്നെ ഉടക്കിപ്പോയതിനാൽ ഇവാൻ വുക്കാമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരുപക്ഷെ സാധ്യമായ കാര്യമല്ല. അല്ലെങ്കിൽ അതിനകത്ത് സംശയങ്ങളുണ്ട്. ആരാധകർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇവാൻ വുക്കാമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയായിരിക്കും. എന്തായാലും മിഖായൽ സ്റ്റാറയെ ക്ലബ്ബ് മതിയാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുറത്താക്കിയത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അനുജ, കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കും എന്ന വിവരം അതാണ് ഇപ്പോൾ അനിൽ വാസുദേവ് നൽകുന്നത്. ടീമിന്റെ മോശം പ്രകടനം, തുടർച്ചയായി സീസണിൽ തോൽവി, ഇതിന് പരിശീലകനാണ് കാരണക്കാരൻ എന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ പുറത്താക്കുന്നു എന്നുള്ളതാണ്. ഇനി പകരം സ്ഥിരമായി ആര് വരും? വുക്കാമനോവിച്ച് തിരിച്ചെത്തുമോ? അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.